ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ലേറ്റസ്റ്റ് സെൻസേഷനായിട്ട് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒബ്സഷൻ മൂവി കണ്ടിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയോ മറ്റോ ആയിട്ടേ ഉള്ളൂ. ഇപ്പം തന്നെ ജസ്റ്റ് ഒരു 9 crore rupees വന്നിരിക്കുന്ന ഈ ഒരു മൂവി 1000+ crores കളക്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ഇൻഡിപെൻഡന്റ് മൂവി ആയിട്ട് വന്നിരിക്കുന്ന ഈ ഒരു മൂവി ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 20 yearsൽ നടക്കാത്തൊരു കാര്യമാണ്. അത്രയും വലിയൊരു ഗ്രാൻഡ് സക്സസ് ആണ് ഈ ഒരു സിനിമ നേടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് സോ കമ്പല്ലിങ് ഫോർ മീ ടു വാച്ച് ദിസ് മൂവി ആൻഡ് ഐ ഹാഡ് ഹ്യൂജ് എക്സ്പെക്ടേഷൻസ്. ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി, മിഡ്സോമർ അങ്ങനെയുള്ള ക്ലാസിക്സ് ഒക്കെ ആയിട്ട് ആ ഒരു കാറ്റഗറിയിൽ വെക്കാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മൂവിയാണെന്നാണ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു. എൻ്റെ ഒബ്സഷന് ശേഷം സത്യം പറഞ്ഞാൽ ഐ എം വെയിറ്റിംഗ് ടു സീ ബാക്ക് ഡോർസ്. എനിക്ക് തോന്നുന്നു 12th ജൂണിനോ മറ്റേ ആ സിനിമ ഇറങ്ങുന്നത്. അപ്പൊ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാനിവിടെ ക്ലിയർ കട്ടായിട്ട് പറയാൻ പോകുന്നത്. ഞാൻ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് മാത്രമേ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഇത്രയും നാളായിട്ട് കണ്ടിട്ടുള്ളൂ. വേറെ ഒന്നും തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ അധികം ഡീറ്റെയിലിൽ ഞാൻ ചെക്ക് ചെയ്യാൻ പോയിട്ടില്ല. എസ്പെഷ്യലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പോയിലേഴ്സ് ഉണ്ടാവും, അത് വെറുതെ കളഞ്ഞ് സിനിമയുടെ ഒരു ഫണ്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ സിനിമ ആ ഒരു രീതിയിൽ ഫ്രഷ്നെസ്സോട് തന്നെ കാണാൻ പോയത്. ഫസ്റ്റ് ഹാഫ് പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല. ആകെ 1 മണിക്കൂർ 50 മിനിറ്റോ മറ്റേ ഈ സിനിമ ഉള്ളൂ. ഇന്ത്യയിൽ കാണുന്ന പ്രേക്ഷകരായിരിക്കുന്ന നമുക്കാണ് ഈ ഇന്റർവെല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത്. വെസ്റ്റേൺ ഓഡിയൻസ് അവിടെ അമേരിക്കയിലും UK യിലും വേറുള്ള രാജ്യങ്ങളിലെല്ലാം ഇരുന്ന് കാണുന്ന ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് ഈ സിനിമ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ഹാഫ് പോയത് അറിഞ്ഞിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഒരു 25-30 മിനിറ്റിൽ പോയതായിട്ടാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ഇത് ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ജമ്പിങ് ഇൻ ടു ദ പോയിന്റ്. ഒരുപാട് സമയമെടുത്ത സ്റ്റോറി ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിനെ കൂടുതലായിട്ട് നമ്മളുമായിട്ട് ആസ് എ പ്രേക്ഷകൻ അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ തന്നെ ഡയറക്ടർ സ്ട്രെയിറ്റ് ഓൺ ടു ദ പോയിന്റ് ജമ്പ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഇതിൽ നടക്കുന്നത്, എന്താണ് ഇതിലത്തെ പ്രശ്നം, നിക്കിയുടെ പ്രശ്നം എന്താണ്, അതുപോലെ തന്നെ മെയിൻ ആക്ടർ ആയിരിക്കുന്ന പുള്ളിക്കാരന്റെ പ്രശ്നം എന്താണ്, എങ്ങനെയാണ് അതിലോട്ടേക്ക് അവർ എത്തുന്നത്. ഇൻസ്റ്റന്റ്ലി ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നു സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റ് നേരത്തോട് കൂടി തന്നെ ആ ഒരു സംഭവത്തിലേക്ക് എത്തും. പിന്നെ കൂടുതലും എനിക്ക് തോന്നിയിരിക്കുന്നത് നിക്കി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന ഈ ഫീമെയിൽ ആർട്ടിസ്റ്റിന്റെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കൂടുതലും റിപ്പീറ്റേഷൻ, ഒരേ കാര്യത്തിന്റെ റിപ്പീറ്റേഷൻ, കുറേ വിയേർഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കത്തും. അത് പല സമയത്തും എനിക്കൊരു കൂടുതലായിട്ട് സ്ക്രീനിങ് ഒക്കെയാണ് ചെയ്യുന്നത്. അതൊരു ശല്യമായിട്ടാണ് എനിക്കൊരു കൈൻഡ് ഓഫ് തോന്നിയത്. കുറേ കേട്ട് ഒരേ സംഭവം തന്നെ, ഒരേ കാര്യം തന്നെ, ഒരേ ഒബ്സഷൻ വേറെ രീതിയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ സെക്കൻഡ് ഹാഫിലൊക്കെ അത് കുറേ മടുപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സോട് അടുത്ത സമയത്ത് ഞാൻ വിചാരിച്ചു സംതിങ് ഡിഫറെന്റ് വിൽ ഹാപ്പൻ എന്നുള്ളൊരു ഹോപ്പിലായിരുന്നു ഞാനിത് കണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കൈൻഡ് ഓഫ് ക്ലൈമാക്സ് ഒന്നും ആയിരുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു ക്ലൈമാക്സുകളിലൊന്ന് നത്തിങ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഈ ഒരു സിനിമയുടെ സക്സസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് ഞാനൊരു 30 കിലോമീറ്റർ വീട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്തിട്ട് കണ്ണൂരിലുള്ള സിനിപോളിസിൽ പോയിട്ടാണ് ഈ സിനിമ കണ്ടത്. ബിക്കോസ് ഐ ഹാഡ് ടു സപ്പോർട്ട് ദിസ് മൂവി. കാരണം ഇത്രയും ചെറിയൊരു മൂവി ബഡ്ജറ്റിൽ വന്ന ഇത്രയും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു മൂവി തിയേറ്ററിൽ തന്നെ പോയി അതിന്റെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യണം, അത് വിജയിപ്പിക്കണം എന്നുള്ള ഒരൊറ്റ ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ OTTക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാനിരുന്നത്. ആൻഡ് ഐ ഡെഫിനറ്റ്ലി തിങ്ക് ദാറ്റ് എവ്രി വൺ ഷുഡ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി ഇൻ ദ തിയേറ്റേഴ്സ്. എന്നാലേ ഇതുപോലെയുള്ള നല്ല ക്രിയേഷൻസ് ഉണ്ടാവാൻ വേണ്ടി സാധിക്കും. ചിലപ്പോൾ ഇതിലും ബെറ്റർ ആയിട്ടുള്ള സിനിമയായിട്ട് അടുത്ത പ്രാവശ്യം ഡയറക്ടറിന് വരാൻ കഴിയും, അല്ലെങ്കിൽ പുതിയ ഫിലിം മേക്കേഴ്സിന് വരാൻ കഴിയും. എനിക്ക് എത്രത്തോളം ഒരു സാറ്റിസ്ഫാക്ഷൻ നൽകിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ലൈക്ക് ഇഫ് ഐ എം റേറ്റിംഗ് ദ മൂവി ഐ വുഡ് ഗീവ് ലൈക്ക് 6 out of 10. അതിന്റെ മുകളിലോട്ടേക്ക് എനിക്ക് കൊടുക്കാൻ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബേസിക്കലി ആക്ടേഴ്സിന്റെ പെർഫോമൻസും കാര്യങ്ങളെല്ലാം എനിക്ക് തൃപ്തി നൽകിയ കാര്യം തന്നെയാണ്. എല്ലാ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ഐ ലൈക്ക് ദാറ്റ് കൈൻഡ് ഓഫ് എ ഫിലിം മേക്കിംഗ്. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് തന്നെയാണ് ഡയറക്ടർ ചെയ്തത്. അതും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ ആസ് എ സ്റ്റോറി അതിനൊരു ഇവോൾവ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇല്ല. അതിൽ അത്രയ്ക്കൊരു സ്റ്റഫ് ഇല്ലാത്തതുപോലെ തോന്നി. സ്റ്റോറിക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള എന്തെങ്കിലും വികസിച്ച് വലിയ രീതിയിലേക്ക് പല പല കാര്യങ്ങൾ കാണിച്ച് നമ്മളെ ഡെപ്തിലോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കൈൻഡ് ഓഫ് സ്റ്റഫ് ആ ഒരു ബേസിക് സ്ക്രിപ്റ്റിന് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നി. പിന്നെ പല ക്വസ്റ്റ്യൻസും ഉണ്ട് ഇതിൽ.
ഇവിടെ നീതി നിയമമൊന്നുമില്ലേ, വൈ ഈസ് ഹി റിട്ടേണിങ് ബാക്ക് അഗെയിൻ, അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ പറ്റും. പക്ഷേ കഥയിൽ ചോദ്യമില്ല. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ മൂവി. ബട്ട് ഈ ഒരു എഫേർട്ടിനെ ഐ റെസ്പെക്ട് ഇറ്റ് ആൻഡ് ഐ തിങ്ക് എവ്രി വൺ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. എസ്പെഷ്യലി മലയാളം ഓഡിയൻസിനെല്ലാം ഇറ്റ് വിൽ ബി വെരി റിഫ്രഷിങ്. കാരണം നമ്മൾ മലയാളത്തിൽ കാണുന്ന സംഭവങ്ങളെക്കാട്ടും വെച്ച് നോക്കുകയാണെങ്കിൽ, കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇറ്റ്സ് സംതിങ് വെരി 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 ഫാർ അവേ ഫ്രം ഓൾ ദിസ് തിങ്സ് ദാറ്റ് വി സീ ഇൻ മലയാളം യൂഷ്വലി. സോ അങ്ങനത്തെ ഒരു സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി വർത്ത് ദ വാച്ച്. ആൻഡ് ഞാൻ പറയുന്നത് എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കേണ്ട ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ഡെഫിനറ്റ്ലി നമ്മൾ എന്തായാലും ബാക്ക് റൂംസിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓവർ റേറ്റഡ് ആയിട്ടാണോ തോന്നുന്നത്, ഓർ ഡിഡ് യു തറലി എൻജോയ് ദ മൂവി, ലൈക്ക് വുഡ് യു ലൈക്ക് ടു ഗീവ് ഇറ്റ് ലൈക്ക് 10 out of 10? എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലീസ് ഡു comment down below. I would like to know your opinion about the movie. And if you like this video, please do subscribe to the channel, guys. ഇറ്റ് മീൻസ് എ ലോട്ട്. നമ്മൾ അത്രയും ഓണസ്റ്റ് ആയിട്ട് ഈ ചാനലിൽ തുടങ്ങി തൊട്ടിട്ട് വീഡിയോസ് ചെയ്യാറുള്ളൂ, മൂവി റിവ്യൂസ് ചെയ്യാറുള്ളൂ. നിങ്ങൾ കുറച്ചൊരു സിനിമകൾ എൻ്റെ ഒരു സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത്രയൊക്കെ ഉള്ളൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ് ആൻഡ് ബൈ ബൈ.